ഫസ്റ്റ് ആ സമയത്ത് അതിന്റെ സംഘാടക സമിതിയിൽ ഉണ്ടാവാനും ആ വോളിബോൾ ടൂർണമെന്റിൽ അതിന്റെ ഒരു ഭാഗമായി കളിക്കളത്തിൽ ഇറങ്ങാനും കഴിഞ്ഞൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഇതിന്റെ ലോഗോ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ അതിനകത്ത് എനിക്ക് ഇരട്ടി സന്തോഷമുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് സുദിനം പത്രത്തിൽ ഇതിനെ കുറിച്ചൊരു വാർത്ത നല്ലതായി മോഹൻലാലിലേക്ക് പണം വെച്ചുള്ള അദ്ദേഹത്തെ കളിയുടെ ഒരു വാർത്ത കണ്ടപ്പോഴാണ് വളരെ മനോഹരമായി അത് വീണ്ടും വന്നിരിക്കുന്ന എന്ന രൂപത്തിൽ സുദിനം പത്രം അത് റിപ്പോർട്ട് ചെയ്തതിൽ കണ്ടു. ഏതായാലും എനിക്ക് പറയാനുള്ളത്, നമ്മൾക്ക് ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ കിട്ടുന്ന അവസരത്തിൽ ഏത് മേഖലയിലാണോ ചെയ്യാൻ പറ്റുന്നത് ചെയ്യണം എന്നുള്ളതാണ്. അതിലെനിക്ക് ചാരിതാർത്ഥ്യമുള്ളത്, ഞാൻ 2014 കഴിഞ്ഞ് 2014 തന്നെയാണ് കണ്ണൂരിലെ ഈ ജേർണലിസ്റ്റ് ബോഡി പോലെ അന്ന് ഞാൻ മുനിസിപ്പാലിറ്റിയുടെ വൈസ് ചെയർമാൻ. എന്റെ മനസ്സിൽ തോന്നിയൊരു ആലോചനയിലാണ് കണ്ണൂരിലെ എന്റെയൊക്കെ ബാല്യകാലം കണ്ണൂരിൽ ഞാൻ വന്നിരിക്കുന്നത് 2 പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ്. എല്ലാ വർഷവും കൂട്ടുകാരനൊപ്പം വരും. അതൊന്ന് തളാപ്പമ്പലത്തിലെ ഉത്സവം ഇന്ന് കാണുന്നതിനേക്കാളും വലിയ പൊലിമയോടെ ആഘോഷത്തോടു കൂടിയാണ് അവിടെ ഉണ്ടായത്. അതുപോലെ തന്നെയാണ് കണ്ണൂരിലെ നവരാത്രി ആഘോഷം. നിറഞ്ഞു കത്തുന്ന നവദീപങ്ങൾ, അതുപോലെ തന്നെ പലതും നമ്മളെ കണ്ണിനെ കണ്ണിപ്പിക്കുന്നത്. ഇതുപോലത്തെ പൊലിമയുള്ള ലൈറ്റുകളൊന്നും അന്ന് എല്ലാ വീടുകളിലും നാടുകളിലും ഇല്ല. ഇപ്പോ കണ്ണൂരിലെ കോവിലുകൾ അത് പ്രഭാപൂരിതമായ രൂപത്തിൽ അന്തരീക്ഷം കാണപ്പെടും. അത് കാണാൻ വേണ്ടിയിട്ടും അതിനോടനുബന്ധിച്ച സംഗീത കച്ചേരിയും കാണാൻ വേണ്ടി നാട്ടിൽ നിന്നൊക്കെ വരും.